ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്താണെന്ന് നിങ്ങൾക്കറിയണോ? എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയാൻ ഉള്ളത് എന്താണ്. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 7 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസവും അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. നിങ്ങളോട് വളരെയധികം ആരാധനയും പ്രണയവും അവർക്കുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? വളരെയധികം കോൺഫിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ആരാധനയുണ്ട്, അതുപോലെ തന്നെ സ്നേഹവുമുണ്ട്. അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത കാർഡാണ് 3 ഓഫ് വാൻഡ്സ്. ചില സമയങ്ങളിൽ അവർ സ്വയം പുറകോട്ട് വലിയാറുണ്ട് ജീവിതത്തിൽ. ഇനി ലൈഫിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധത്തിനും വേണ്ടി എന്ത് തടസ്സമുണ്ടായാലും അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ പതിയെ വലിയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും നിങ്ങൾ ഒരുമിച്ചാകാൻ പോകുന്ന ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ചെയ്യുവാനും ഈ വ്യക്തി തയ്യാറാണ്. അതാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. അടുത്തത്, അവർ നിങ്ങളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവർ നിങ്ങളുമായിട്ട് ശൃംഗരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്യൂച്ചർ അവർ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ചായിട്ടുള്ളൊരു ഫ്യൂച്ചർ അവർ സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലൊരു മാറ്റം വരുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ അവർ റെഡിയാണ്. നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ പ്രോഗ്രസ്സും ഉണ്ടാക്കുവാൻ അവർക്ക് തീവ്രമായ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കണം, അതുപോലെ അതിനെന്തെങ്കിലും മാറ്റങ്ങളും ചേഞ്ചൊക്കെ വളർച്ച ഉണ്ടാവണം. അതിനവർ നല്ലാത്ത രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനും അവർ വളരെയധികം ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ വ്യക്തി നിങ്ങളെ അവരുടെ ഒരു ജോഡിയായിട്ട് കാണാൻ, അവരുടെ ഒരു പെയറായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവരുടെ ഒരു പെയറായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറ്റാൻ, ഈ റിലേഷൻഷിപ്പിനെ മാറ്റാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത കാർഡ് ജഡ്ജ്മെൻറ്റ് പറയുന്നത് ഈ ബന്ധം വളരെയധികം ശരിയായ രീതിയിൽ, അതായത് ശരിയായ ഒരു ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. ഇതിനു മുമ്പ് അവർ നിങ്ങളെ കണ്ടിരുന്നത് ഒരു ഓപ്ഷൻ ആയിട്ടാണ്. അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന വികാരം എന്താണെന്നതിനെക്കുറിച്ച് ഒരു തീർച്ച ഉണ്ടായിരുന്നില്ല. കാരണം അവരെപ്പോഴും ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ മാത്രമേ നിങ്ങളെ കണ്ടിരുന്നുള്ളൂ. അവരിപ്പം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, അവരല്ലെങ്കിൽ അവരുടെ മനസ്സത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരിപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവാൻ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെന്നുള്ളത് അവരിപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. സ്റ്റേബിളായിട്ടുള്ള പാർട്ട്നേഴ്സ് ആകുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോഗ്രസ് കാണാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്.